നമുക്ക് വളരെ ആശ്വാസകരമായ ഒരു മഴയാണിപ്പം കണ്ടില്ലേ. ഈ കലോത്സവ വേദിയിൽ ഇത്ര നേരം നിറഞ്ഞ സദസ്സായിരുന്നു. ഇവിടെയൊക്കെ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ കനത്ത മഴ പെയ്തോടുകൂടി ആൾക്കൂട്ടം എല്ലാം പെട്ടെന്ന് അപ്രത്യക്ഷമായി. എവിടെ കയറി നിൽക്കാൻ കഴിയുമെന്ന് ആർക്കും അറിയില്ലാത്തൊരു ഇതാണ്. ഇതുണ്ട് പിള്ളേരൊക്കെ മഴ എങ്ങനെയുണ്ട്? എൻജോയ് ആണോ? തകർപ്പാണോ? അല്ല, മഴ എൻജോയ് ചെയ്യുന്ന പിള്ളേരുണ്ടോ? മഴ ബുദ്ധിമുട്ടാക്കിയോ? മഴ ബുദ്ധിമുട്ടാക്കിയവരുണ്ട്, എന്നാൽ മഴ ഇഷ്ടപ്പെടുന്നവരുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള മഴയാണ്. നമുക്ക് ഈ പിന്നിൽ കാണുന്ന ഈ സ്റ്റാളുകളെല്ലാം നിറഞ്ഞ ആളുകൾ കയറിയിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ സ്റ്റാളിലൊക്കെ ആളുകൾ നിറഞ്ഞു കയറി നിൽക്കുകയാണ് കേട്ടോ. പല ഇടങ്ങളിൽ നിന്നും ആളുകൾ ഇറങ്ങി ഓടുന്നു. അവിടെ അതേ ഒരു പടുത വലിച്ചേട്ടിരുന്ന് പൊളിഞ്ഞുപോയ അവസ്ഥ ഉണ്ടായി. അങ്ങനെ വലിയ രീതിയിലുള്ള മഴ, അതിശക്തമായ മഴയാണ്. പെട്ടെന്നുണ്ടായ ഒരു മഴ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴക്കോൾ ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ആ കലോത്സവ വേദിയുടെ ഇവിടെ ഒന്ന് പോയാലും നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. വേദിയുടെ അങ്ങോട്ടൊന്ന് പോകേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മഴ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പല മേഖലയിൽ നിന്നുള്ള ആളുകൾ എത്തിയിട്ടുണ്ടെങ്കിലും മത്സരം വരെ നിർത്തിവെക്കേണ്ട നിലയിലേക്ക് പോയി. ഭയങ്കര ശക്തമായ ഇടിയും കാറ്റും ഇവിടെ ഉണ്ട്. ഇടിയും കാറ്റുമുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ ഓടി പോകുന്ന നിലയിലേക്ക് പോയിട്ടുണ്ട്. മഴ കാരണം കലോത്സവ വേദിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മത്സരങ്ങൾ വരെ നിർത്തിവെക്കേണ്ടത്. പ്രായം ചെന്നവരൊക്കെ മഴ കാരണം ഇങ്ങനെ വിഷമിച്ച് പോവാണല്ലേ. മഴ പ്രശ്നമായി. എല്ലാവർക്കും മഴ വലിയ പ്രശ്നമായി. എങ്കിലും വലിയ ആശ്വാസമായിരുന്നു മഴ. ഇത്രനേരം കടുത്ത ചൂടായിരുന്നു. ആ ചൂടിന് ആശ്വാസം പകരുന്ന നിലയിലേക്ക് മഴ എത്തി എന്ന് വേണം നമുക്ക്. അതേ ആ വേദിയിലേക്ക് നോക്കുക. ഭയങ്കര നിലയിലേക്ക് ആളുകൾ എത്തുകയാണ്. നമുക്ക് വേദി വരെ ഒന്ന് പോകേണ്ടതായി വരും. വേദിയിൽ പോകുമ്പോഴായിരിക്കും നമുക്ക് അതിശക്തമായ മഴയും കാറ്റുമാണ്. ഞാൻ ഇപ്പോൾ പോകുന്ന സ്ഥലമൊക്കെ ഭയങ്കര വെള്ളക്കെട്ടായിട്ടോ, കണ്ടില്ലേ? ഭയങ്കര വെള്ളത്തിലൂടെയാണ് ഞാൻ പോകുന്നത്. ഇവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ബൈക്കും വരുന്നുണ്ട്. ഇവിടെയൊക്കെ വെള്ളക്കെട്ടാണ്. ഭയങ്കര വെള്ളക്കെട്ടിലാണ്. ഇവിടെയൊക്കെ വെള്ളത്തിൽ തന്നെയായി. പക്ഷേ ഇതൊക്കെ ഭയങ്കര വെള്ളത്തിലായി കേട്ടോ. കണ്ടില്ല, ഇവിടെയൊക്കെ ഭയങ്കര തിങ്ങിയ ആൾ നിൽക്കുന്ന കാണാം. ഭയങ്കര വെള്ളത്തിൽ ആളുകൾ വെള്ളത്തിൽ എങ്ങോട്ട് ഇറങ്ങാൻ കഴിയാത്ത നിലയിലേക്ക്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ വലിയ അതിശക്തമായ വെള്ളമാണ്. ഒന്ന് ഹൈറ്റ് ചെയ്ത് ക്യാമറ കാണിച്ചാൽ ആ തിരക്കം കാണാൻ പറ്റും. അതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. മഴ ഭയങ്കര പ്രശ്നമായില്ലേ? എന്ത് ചെയ്യാനാ? മഴ പെയ്തു. എങ്ങനെ ഇത്ര നേരം മഴ ഭയങ്കര ചൂടായിരുന്നു. ഇപ്പം നല്ല മഴയായി അല്ലേ? ഇത്രയും ശക്തമായ മഴ വേണ്ടായിരുന്നു എന്നാണ് ഇവരെല്ലാവരും പറയുന്നത്. എന്തായാലും പിള്ളേരൊക്കെ നിറഞ്ഞു ഓടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പല മത്സരങ്ങളും നിർത്തിവെക്കേണ്ടതായി വന്നു. അങ്ങനെയെങ്കിൽ മത്സരം ഇന്ന് ഒത്തിരി വൈകാനും സാധ്യതയുണ്ട്. മത്സരം നിർത്തിവെച്ച നിലയിലേക്ക് മത്സരം ഒത്തിരി വൈകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെയൊക്കെ വെള്ളക്കെട്ടാണ്. കണ്ടില്ലേ? വെള്ളക്കെട്ടാണ്. ഇവിടെയൊക്കെ വെള്ളക്കെട്ടായി മാറി. ഇനി വെള്ളക്കെട്ട് മാറ്റണമെങ്കിൽ ഒത്തിരി സമയം വേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ വെള്ളക്കെട്ടിലേക്ക് തന്നെ കാര്യങ്ങൾ പോയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഓരോ വേദിയിൽ നിന്നും മത്സരാർത്ഥികൾ മേക്കപ്പിട്ട് വന്ന മത്സരാർത്ഥികൾക്ക് ഭയങ്കര പ്രശ്നമായി. കാരണം മേക്കപ്പൊക്കെ നഷ്ടപ്പെട്ട നിലയിലേക്ക് പോയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാൻ. മഴയാണെങ്കിലും കൊല്ലംകാർ ഈ കലോത്സവം ഏറ്റെടുത്തതിൻ്റെ തെളിവാണ്. ഇത്രമാത്രം ക്രൗഡ് ഇവിടെ ഉണ്ടാകാനുള്ള കാരണം മഴയെല്ലാം അവഗണിച്ചുകൊണ്ട് ആയിരങ്ങളാണ് ഈ കലോത്സവ വേദിയിലേക്ക് ഒഴുകിയെത്തിയത്. യാദൃശ്യമായി പെയ്ത മഴയാണെങ്കിലും ഈ കലോത്സവം കാണാൻ ആയിരങ്ങൾ ഇപ്പോൾ ഈ പ്രധാന വേദിയിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. മഴ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും കൊല്ലംകാർ കലോത്സവം നെഞ്ചോട് ചേർത്ത് പിടിച്ചതിന്റെ തെളിവാണ് ഇത്രമാത്രം ആളുകൾ ഈ കലോത്സവ വേദിയിൽ ഇപ്പോൾ ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കസേരയാണ് ഇപ്പോൾ ഇവർ കൊടയാക്കിയിരിക്കുന്നത്. കസേര കൊടയാക്കിയല്ലേ? ഇവിടെ എല്ലാവരും കസേരയുടെ മുകളിലേക്കാണ് കയറി നിൽക്കുന്നത്. കൊടയില്ലാത്തവർ കസേരയുടെ മുകളിൽ കയറിയിരിക്കുന്നു. വല്ലാത്ത ഒരു മഴയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മഴ പെയ്തപ്പോൾ തൽക്കാലം കൊടയ്ക്ക് പകരം കസേരയാണ് ആളുകൾ. ഇപ്പോൾ നമുക്ക് കലോത്സവം ഇവിടെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേദിയുടെ അരികിലേക്കാണ്, ഒന്നാം വേദിയുടെ അരികിലേക്കാണ്. ഇവിടെയൊക്കെ വെള്ളക്കെട്ടുകളാണ്. ഇപ്പം ഞാനിപ്പോൾ നടക്കുന്നതൊക്കെ വലിയ വെള്ളക്കെട്ടുകളാണ്. കാല് മുട്ടോളം കാല് അങ്ങ് മുങ്ങിയിരിക്കുകയാണ്. ഷൂവിൻ്റെ അകത്തൊക്കെ വെള്ളമാണ്. എന്തായാലും ഇവിടെയൊക്കെ ആളുകൾ ഇപ്പോൾ കലോത്സവം കാണാൻ നിൽക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇപ്പോൾ ഇവിടെ ഈ സ്റ്റാളുകളിലൊക്കെ കണ്ടില്ല, ഇവിടെയൊക്കെ ആളുകൾ കയറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. മഴയത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു മഴ പെയ്തപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് സംഘാടകർക്കുണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ലെങ്കിലും മത്സരവേദിയിൽ ഇപ്പോൾ ഒന്നാം വേദിയിൽ ഗ്രൂപ്പ് ഡാൻസ് സംഘനൃത്തം ഗംഭീരമായിട്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വന്നവരുണ്ട്. ഇവരെല്ലാം മഴ കാരണം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എങ്കിലും സംഘാടക സമിതി വേണ്ട രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഈ മേക്കപ്പ് നടത്തുന്ന ഓരോ റൂമിലും മേക്കപ്പിന്
കൊടുത്തിട്ടുണ്ടെങ്കിലും മഴയൊന്നും ചാറുന്നില്ല എന്നൊരു ആശ്വാസം അവർക്കുണ്ടെന്ന്. സൈഡിൽ നിന്ന് മാത്രം വെള്ളം ചാറുന്നുണ്ടെങ്കിലും ഇവരെല്ലാവരും ഡ്രസ്സിങ് ചെയ്താണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഡ്രസ്സ് ചെയ്ത് വരുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കലോത്സവ വേദിയിൽ ശക്തമായ മഴ പെയ്തോടുകൂടി വലിയ ഒരു ആർഭാടങ്ങൾ ചെറുതായിട്ട് ഒഴിഞ്ഞു പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. മഴ കാരണം ഇപ്പോൾ ഗ്രൂപ്പ് ഡാൻസ് വേദിയിലേക്ക് എത്തുന്ന മേക്കപ്പ് ചെയ്ത് വിദ്യാർത്ഥികൾ എത്താൻ കഴിയുന്ന ഇവിടെ അതിനുള്ള സൗകര്യം കൊടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇപ്പം ആളുകൾ തിങ്ങിയിരിക്കുന്നുണ്ട്. ഈ ഗ്രീൻ റൂമിൻ്റെ ബാക്ക് വശമാണ്. ഇവിടെയൊക്കെ ആളുകൾ തിങ്ങിയുണ്ട്. മഴ കാരണം അവർക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഇവരൊക്കെ നിൽക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. ഇല്ല നല്ല രീതിയിലുണ്ടോ മഴ? ഇല്ല, പോകാൻ പറ്റുന്നില്ല. കുട്ടികളൊക്കെ ഈ ഡ്രസ്സ് ചെയ്ത് അകത്ത് നിൽപ്പുണ്ട്. ഡ്രസ്സ് ചെയ്ത് അകത്ത് നിൽക്കുന്നത് കാണാം. ഡ്രസ്സ് ചെയ്ത് കുട്ടികളകത്തിപ്പുണ്ട്. മഴ പേടിയാണ് അവർക്ക്. അതുകൊണ്ട് മഴ നനയാതെ സേഫായിട്ടാണ് അവർ നിൽക്കുന്നത്. പല ആളുകളും മത്സരം കാണുന്ന വേദിക്ക് പുറത്തും പലയിടങ്ങളിലുമായി ആളുകൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ശക്തമായ മഴയാണ്. സംഘാടകർ എന്തായാലും മത്സര ഇനങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം അതിൻ്റെ താളത്തിനോടൊപ്പം ആ പാട്ടിനോടൊപ്പം താളം പിടിച്ച് അതാണ് ആ കാണേണ്ട കാഴ്ചയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലുമെല്ലാം നോക്കണം നമ്മൾ. കാലൊക്കെ അതിൻ്റെ എക്സ്പ്രഷൻ വെച്ചിട്ട് കണ്ടോ, ഇത് നമ്മൾ കാണേണ്ട കാഴ്ചയാണ്. മഴ നിറഞ്ഞാണെങ്കിൽ അത്രമാത്രം ഈ ഡാൻസ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം വളരെ എൻജോയ് ചെയ്താണ് ഈ മത്സരം കാണുന്നത്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കൈയടിച്ച് ആ മഴയത്ത് കൈയടിച്ച് തന്നെ അദ്ദേഹം ആ ഡാൻസ് അദ്ദേഹം എൻജോയ് ചെയ്തു എന്ന കാര്യത്തിലുണ്ട്. എന്തായാലും ഇപ്പോൾ കാണാം നമുക്ക്. എൻ്റെയൊക്കെ കാലൊക്കെ മുട്ടോളം മുങ്ങി. ഇവിടേക്ക് ഇനി വെള്ളം വറ്റണമെങ്കിൽ വലിയ ഒരു പ്രശ്നമാണ്. ഇത്രയും വെള്ളത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇനി ആ വെള്ളം ഒന്ന് പറ്റണമെങ്കിൽ ഒത്തിരി സമയം എടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇപ്പോഴും വലിയ രീതിയിൽ മഴ ശക്തമായി തുടരുന്നു. മഴ അതിശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മഴയ്ക്കൊരു ശമനമുണ്ടായിട്ടില്ല. എങ്കിലും കലോത്സവ വേദിയിൽ ഡാൻസ് പ്രോഗ്രാം, ഗ്രൂപ്പ് ഡാൻസ് ഇപ്പോൾ നടക്കുകയാണ്. 2 ഡാൻസ് കഴിയുമ്പോൾ, ആദ്യ ഡാൻസ് തുടങ്ങിയപ്പോഴായിരുന്നു മഴ തുടങ്ങിയപ്പോൾ 2 ഡാൻസ് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയെങ്കിൽ 19-20 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു മഴ തുടങ്ങിയിട്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആളുകൾ ഇപ്പോൾ കലോത്സവ വേദിക്കുള്ളിൽ വലിയ തിക്കും തിരക്കുമാണ്. പല ആളുകളും തിക്കും തിരക്കുമാണ്. മഴ ബുദ്ധിമുട്ടായോ? എങ്കിലും ഒരു ആശ്വാസം ഉണ്ടല്ലോ ചൂടിന്. എല്ലാവരും ഫോണിലേക്കാണ്, തിരക്കിലാണ് കേട്ടോ. ഇല്ല, ഒന്നും കാണാൻ പറ്റില്ല. ഭയങ്കര തിരക്ക്. എല്ലാവരും അകത്തേക്ക് കയറി. അകത്തിരുന്നവരൊക്കെ പുറത്തേക്ക്. അതാണ് അവസ്ഥ. എന്തായാലും മഴ ബുദ്ധിമുട്ടായി എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് കേട്ടോ. മഴ സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടായി, അതിന് മാറ്റമൊന്നുമില്ല. നമുക്കൊക്കെ ബുദ്ധിമുട്ടായില്ലേ? നമ്മളൊക്കെ നനഞ്ഞ്, എല്ലാവരും നനഞ്ഞു. നമ്മളെ ക്യാമറ ടീമും എല്ലാം നമ്മൾ നനഞ്ഞ് ആകെ പ്രശ്നത്തിലാണ്. ഇനിയിപ്പം എങ്ങനെയാണ് നമ്മളൊക്കെ ഇനി എങ്ങനെയാണ് ഇത് പ്രോഗ്രാം തുടർന്നത്? കണ്ടില്ല, ആളുകൾ നടക്കുന്നതൊക്കെ വെള്ളത്തിലാണ്. കണ്ടോ, ആളുകൾ നടക്കുന്നതൊക്കെ വെള്ളത്തിലാണ്. ഇവരെല്ലാം നടക്കുന്ന വെള്ളത്തിലൂടെയാണ്. മഴയ്ക്കൊരു ആശ്വാസം വന്നപ്പോൾ ഇവരെല്ലാവരും വെള്ളത്തിൽ ചവിട്ടി ഇങ്ങനെ പോവുകയാണ്. ബുദ്ധിമുട്ടായല്ലേ? മൊത്തം എല്ലാം അഴുക്കുമായല്ലോ. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് കേട്ടോ, ഒരു സംശയമില്ല. ഒരു അച്ഛനും മോനും ഇങ്ങനെ പോവാണ്. മഴ സൂപ്പർ മഴ. പക്ഷേ കലോത്സവത്തെ ബാധിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. സംഘാടന മികവ് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അകത്ത് വലിയ പ്രശ്നങ്ങളില്ല. അവിടെ ഇവിടെ ചെറിയ ചോർച്ചയേ ഉള്ളൂ. നല്ല തീർച്ചയായിട്ടും അത് ഇതുപോലുള്ള കാലാവസ്ഥ ഏത് സംഘാടനത്തിലും നമ്മൾ അവരെ കുറ്റം പറയാൻ ഒരിക്കലും പാടില്ല. മറ്റുള്ളവർക്ക് ഇല്ല ബുദ്ധി, ഇതൊക്കെ സഹിക്കണം. ഇതൊക്കെ ഒരു മേളയ്ക്ക് എല്ലാം സഹിച്ചുകൊണ്ട് വേണം ഒരു മേള ആസ്വദിക്കാൻ. തീർച്ചയായിട്ടും അതെ. ഒരു മേളയാവുമ്പം മഴയൊക്കെ ഹെൽമെറ്റ് ഒക്കെ വെച്ചാണല്ലോ. മഴ മുൻകൂട്ടി മനസ്സിലായോ? കോട്ടൊക്കെ ഇട്ടിറങ്ങിയ ബൈക്ക് വന്നപ്പോൾ മഴ ഇട്ട് തന്നെ ഒന്നും അല്ലേ? അതെ, അദ്ദേഹം മഴ ഇങ്ങനെ കണ്ടു തന്നെ ഒരു മത്സരാർത്ഥി ഇപ്പോൾ മത്സരം കഴിഞ്ഞിട്ട് പോകണം. മോഹിനിയാട്ടമാണോ ഭരതനാട്യമാണോ നോക്കുക. മത്സരം കഴിഞ്ഞിട്ട് പോകാനുള്ള തരം. പക്ഷേ അകത്ത് പെട്ടുപോയി. മഴ കാരണം അകത്ത് പെട്ടുപോയ സ്ഥിതിയാണ്. ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ഇനി മേക്കപ്പ് അഴിക്കേണ്ടി വരില്ല. നനഞ്ഞു പോയാൽ മേക്കപ്പ് തന്നെ അഴിഞ്ഞോളും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും അവരിപ്പം ഇങ്ങോട്ട് പുറത്തേക്ക് വരും. വലിയ രീതിയിലുള്ള മഴ, ശക്തമായ മഴ. ആ മഴ കലോത്സവ വേദിയെ ഒന്നും ബാധിച്ചിട്ടില്ല. ആളുകൾക്ക് കുറച്ച് സ്വാഭാവികമായ ബുദ്ധിമുട്ടുണ്ടായി. വേദിയിൽ മത്സരം ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് സംശയമൊന്നുമില്ല. വേദിയിൽ ഇപ്പോഴും മത്സരം തുടരുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ പ്രതികൂല കാലാവസ്ഥ കാരണം
മത്സരം നിർത്തിവെച്ചിരിക്കുന്നു എന്നൊരു അറിയിപ്പും കൂടെ വന്നിരുന്നു. കാരണം പ്രതികൂല കാലാവസ്ഥ കാരണം മത്സരം നിർത്തിവെച്ചിരിക്കുന്നു എന്നൊരു അറിയിപ്പും കൂടെ വന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മത്സരം ഇന്ന് ഒത്തിരി വൈകാൻ സാധ്യത. കാരണം ഗ്രൂപ്പ് ഡാൻസ് എന്ന ഒരു കളർഫുൾ ഇനം കാണാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ പ്രതികൂല കാലാവസ്ഥ കാരണം മത്സരം അല്പസമയത്തേക്ക് മാറ്റിവെച്ചൊരു ഒരു അറിയിപ്പുണ്ടായതിനു ശേഷം മാത്രമേ മത്സരം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ അറിയിപ്പും കൂടെ വന്നിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു മത്സരം തുടരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രതികൂല കാലാവസ്ഥ കാരണം മത്സരം താൽക്കാലമായി നിർത്തിവെക്കുന്നു എന്നൊരു അറിയിപ്പും വന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മഴ കാരണം മഴ എങ്ങനെയാണ് ബാധിച്ചോ? നല്ല രീതിയിൽ ബാധിച്ചു. സംഘനൃത്തം നിർത്തിവെച്ചേക്കുക. സംഘനൃത്തം നല്ല ഒരു ഇനമായിരുന്നു സംഘനൃത്തം. അത് കാണാനാണ് ഞങ്ങള് ദൂരത്തുനിന്ന് വരുന്നതാ, കരുനാഗപ്പള്ളിന്ന്. അപ്പോൾ ഞങ്ങളത് കാണാൻ നിന്നതാ, പക്ഷെ പറ്റുന്നില്ല. എന്തായാലും മഴ ഒരു ആശ്വാസമായെങ്കിലും പക്ഷെ ഇവിടെ ബാധിച്ചു. വലിയ ചൂടായിരുന്നു, അതിനൊരു ആശ്വാസം ഉണ്ടെങ്കിലും ഇവിടെ ബാധിച്ചു അല്ലേ? സത്യമാണ്, മഴ ഒരു ആശ്വാസം പറഞ്ഞെങ്കിൽ ഇവിടെ സാരമായ രീതിയിൽ ബാധിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ ഇവിടുത്തെ കുട്ടികളൊക്കെ ഇവിടുന്ന് വന്ന് നിൽക്കുന്നതാണ്. കുട്ടികളോട് ചോദിക്കാം, മഴ എങ്ങനെയാ? മഴ എൻജോയ് ചെയ്തോ? നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. മഴ എൻജോയ് ചെയ്തോ? കലോത്സവം മഴ പെയ്തുകൊണ്ട് കുറച്ച് സമയത്തേക്ക് മാറ്റി വെച്ചേക്കുക. ഒരു സങ്കടം വന്നല്ലേ? നല്ല ഗ്രൂപ്പ് ഡാൻസിന്റെ സമയമായിരുന്നു. ഏറ്റവും ഇഷ്ടമുള്ള ഇനമാണ് ഗ്രൂപ്പ് ഡാൻസ്. ആ സമയത്താണ് മഴ പെയ്ത് അല്ലേ? മഴ ഒരു ആശ്വാസവും കലോത്സവം നിന്നപ്പോൾ സങ്കടവും അല്ലേ? ഇതാണ് എല്ലാവർക്കും. എന്തായാലും മഴ മഴയ്ക്കൊരു ആശ്വാസമായി കാണുന്നുണ്ട്. മഴ കുറഞ്ഞു കഴിഞ്ഞാൽ പോരാ, ഇവിടുന്ന് വെള്ളം ഒഴിഞ്ഞു മാറണം. വെള്ളക്കെട്ടാണ് ഇവിടെ എല്ലാം. വെള്ളക്കെട്ട് ഒഴിഞ്ഞു മാറിയാൽ മാത്രമായിരിക്കും കലോത്സവം ഇനി തുടരാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ സംഘാടക സമിതിയിൽ നിന്നും ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത്. മഴ കാരണം താൽക്കാലികമായി ഒന്നാം വേദിയിലെ സംഘനൃത്തം താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നൊരു അറിയിപ്പ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. അൽ അസ്ഹർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പെരുമ്പലിച്ചിറ, തൊടുപുഴ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.